ചില പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് തീർന്നു പോകല്ലേ എന്നുള്ളിലൊരു തോന്നൽ വരത്തില്ലേ? മനോഹരമായ കാഴ്ചകളും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുമുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആണ് സാധാരണ ഇങ്ങനൊരു തോന്നൽ ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു ചിത്രമാണ് അഖിൽ സത്യന്റെ സംവിധാനത്തിൽ വന്ന സർവമായ. ഏത്തിസ്റ്റായ പ്രഭേന്ദുവിന് കുറച്ചു നാളത്തേക്ക് ഒരു സൗഹൃദ ബന്ധം ലഭിക്കുന്നു. ആ സൗഹൃദ ബന്ധത്തിലൂടെയുള്ള യാത്രയാണ് ശരിക്കും സർവമായ. നിവിന്റെ സേഫ് സോണിൽ നിവിൻ തകർത്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ആയാലും ഹ്യൂമറിലായാലും പഴയ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് നമ്മൾ വിളിച്ചോണ്ടിരുന്ന നിവിനെ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഡെലുലുവായി എത്തുന്ന റിയ ശിവു സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയാൻ സാധിക്കും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കഥാപാത്രത്തിനോടുണ്ടാവുന്ന ഇഷ്ടം നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള പ്രകടനവും. റിയയും നിവിനുമായുള്ള കോമ്പിനേഷൻ തന്നെയാണ് സിനിമയുടെ നട്ടൽ. അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ആസ് യൂഷ്വൽ അജുവിന്റെ കോമഡി സീൻസ് ഒക്കെ നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട്. വല്യച്ഛന്റെ വേഷത്തിലെത്തുന്ന ജനാർദ്ദനൻ നല്ല രസമായി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പ്രീതിയെ നോക്കുകയാണെങ്കിൽ പേരിനൊരു നായിക എന്നതിനപ്പുറം പ്രകടനത്തിലുള്ള ഒരു സ്പേസ് ചിത്രത്തിൽ ലഭിക്കുന്നില്ല. അഖിൽ സത്യൻ തന്റെ തിരക്കഥ എഴുതിയ ചിത്രത്തിൽ ഛായാഗ്രഹണം ശരൺ വേലായുധൻ, മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ. റിഫ്രഷിംഗ് ഫീൽ സിനിമയിൽ ഉടനീളം കീപ്പ് ചെയ്യുന്നതിന് ഇവരുടെ വർക്ക് നല്ല രീതിക്ക് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപ് കണ്ടു മറന്ന കഥാസാഹചര്യത്തിലേക്ക് അഖിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടേക്ക് ഒരു ഫീൽ ഗുഡ് ചിത്രത്തിന് വേണ്ട എല്ലാ ചേരുവകളും അഖിൽ സത്യൻ ചേർക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കണ്ടു കഴിയുമ്പോഴും കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി തുടരുകയാണ്. അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയവും. തുടർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന നിവിന്റെ ഒരു കംബാക്ക് ചിത്രമായും സർവമായ പരിഗണിക്കാം. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും എന്റെ കംബാക്ക് എന്ന് പറയാത്ത ഒരു ഒറിജിനൽ കംബാക്ക് ചിത്രം.